ഇനി ആ ഉപമയുടെ അന്തസത്തയെപ്പറ്റി പറയുന്നത് കേട്ടുകൊള്ളുക. നമുക്ക് 4 തരത്തിലുള്ള വയലുകളുണ്ട്. വളക്കൂറുള്ളവ, മുള്ളു നിറഞ്ഞവ, കല്ലു നിറഞ്ഞവ, വരമ്പു നിറഞ്ഞവ. ഇപ്രകാരം 4 തരത്തിലുള്ള ആത്മാക്കളുമുണ്ട്. ആദ്യത്തേത് നന്മ നിറഞ്ഞ ആത്മാക്കളാണ്. സ്വന്തം പരിശ്രമം കൊണ്ടും യഥാർത്ഥത്തിലുള്ള ഒരു അപ്പസ്തോലന്റെ പ്രവർത്തനം കൊണ്ടും ആ ആത്മാക്കൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോലന്മാർ എന്നു പേരുള്ളവരും എന്നാൽ ഒരു അപ്പസ്തോലന്റെ ആത്മാവില്ലാത്തവരുമായ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ കിളികൾ, മുള്ളുകൾ, കല്ലുകൾ എന്നിവയേക്കാൾ ആപത്കാരികളാണ്. അവർ തങ്ങളുടെ അസഹിഷ്ണുതയും തിടുക്കവും ശകാരവും ഭീഷണിയും കൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. നേരെ മറിച്ച് വേറെ ചിലർ തങ്ങളുടെ അസ്ഥാനത്തുള്ള അപാരമായ ദയ കൊണ്ട് വിത്തുകളെ അഴുക്കിക്കളയും. ഊർജ്ജസ്വലതയുടെ അഭാവം കൊണ്ട് അവർ തങ്ങൾ സൗഖ്യമാക്കുന്ന ആത്മാക്കളുടെ ഊർജ്ജസ്വലത ഇല്ലായ്മ ചെയ്യുന്നു. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ കണ്ണാടികളായ യഥാർത്ഥ അപ്പസ്തോലന്മാരെ പറ്റി പരിഗണിക്കാം. അവർ പിതൃസഹജമായ സ്നേഹമുള്ളവരും കാരുണ്യവും ക്ഷമയും ഉള്ളവരും ആയിരിക്കും. അതോടൊപ്പം തന്നെ അവർ തങ്ങളുടെ കർത്താവിനെ പോലെ ശക്തരുമായിരിക്കും. അവരുടെ പരിശ്രമത്താലും സ്വന്തം പരിശ്രമത്താലും ഒരുക്കപ്പെടുന്ന ആത്മാക്കളെ വളക്കൂറുള്ള നിലത്തോട് ഉപമിക്കാം. അതിൽ കല്ലുകളോ കളകളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അവിടെ ദൈവത്തിന്റെ ഓരോ വചനവും വളർന്നു വലുതാവുകയും ധാരാളമായി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. പല സ്ഥലങ്ങളിലും 100 മേനി വിളവ് കിട്ടും. എന്നെ അനുഗമിക്കുന്നതിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? തീർച്ചയായും ഉണ്ട്. അവർ പരിശുദ്ധന്മാരായിരിക്കും. എല്ലാ ജാതികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമായിരിക്കും അവർ വരുന്നത്. അവരിൽ പുറം ജാതിക്കാരും ഉണ്ടായിരിക്കും. തങ്ങളുടെ സന്മനസ് മൂലം അവർ 100 മേനി ഫലം പുറപ്പെടുവിക്കും. തങ്ങളുടെ തന്നെ സന്മനസ്സുകൊണ്ടും എനിക്ക് വേണ്ടി ആത്മാക്കളെ ഒരുക്കുന്ന അപ്പസ്തലന്മാരുടെയോ ശിഷ്യന്മാരുടെയോ സന്മനസ്സുകൊണ്ടും മാത്രമായിരിക്കും അവർക്കിത് സാധിക്കുക. സ്വാർത്ഥ താല്പര്യങ്ങളുടെ മുള്ളുകൾ നിറഞ്ഞ വയലുകൾ ഉണ്ടായിരിക്കും. നല്ല വിത്തിനെ ആ മുള്ളുകൾ ഞെരിച്ചു കളയും. അതിനാൽ നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കണം. ഞാൻ എല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. നല്ല വിത്തുകൾ ഞാൻ വിതച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് വിശ്രമിക്കാം. നിത്യജീവന്റെ വിത്തുകൾ എൻ്റെ പക്കലുണ്ട് എന്നിങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. വീട്ടിനുള്ളിൽ മാസമുറപ്പിക്കുന്ന എറുമ്പുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുക്കളയിൽ അവയുണ്ടാവും. വീട്ടമ്മ ഭക്ഷ്യസാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി മേശപ്പുറത്ത് വെക്കുന്നു. അവ മണം പിടിച്ച് അവിടെ എത്തി ഭക്ഷണ പദാർത്ഥങ്ങളിൽ കയറിപ്പറ്റുന്നു. അപ്പോൾ വീട്ടമ്മ അതൊക്കെ എടുത്ത് അലമാരിയിൽ വെച്ച് പൂട്ടുന്നു. എറുമ്പുകൾ താക്കോൽ പഴുതിലൂടെ അതിൽ കയറുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നിന്നും എടുത്ത് ഉറിയിൽ വെച്ചാൽ എറുമ്പുകൾ വളരെ ദൂരം സഞ്ചരിച്ച് മച്ചിൽ കയറി കയറ് വഴി താഴേക്കിറങ്ങുന്നു. നിവൃത്തിയില്ലാത്ത വീട്ടമ്മ അവയെ ചുട്ടുകളയുകയോ അവയുടെ മേൽ തിളച്ച വെള്ളമോ വിഷമോ തളിക്കുകയോ ചെയ്യുന്നു. അവയെ നശിപ്പിച്ചല്ലോ എന്നോർത്ത് അവർ സന്തോഷിക്കുന്നു. എങ്കിലും ജാഗ്രതയോടെ ഇരിക്കാത്ത പക്ഷം പുതിയ ഒരു പറ്റം എറുമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. പഴയതെല്ലാം പിന്നെയും ആവർത്തിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. തിന്മയുടെ കളകൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ നിങ്ങൾ ജാഗ്രതയോടെ അവയെ ഉന്മൂലനാശം ചെയ്യണം. അല്ലാത്ത പക്ഷം അവ വളർന്ന് ഒരു മുൾപടർപ്പ് തന്നെ സൃഷ്ടിച്ച് ഗോതമ്പ് ചെടികളെ ശ്വാസം മുട്ടിക്കും. ലൗകികമായി പരിഗണനകളും വഞ്ചനാപരമായ ധനവുമാണ് ഇത്തരം മുൾപടർപ്പുകൾ സൃഷ്ടിക്കുന്നത്. അവ ദൈവവചനമാകുന്ന വിത്തുകളെ ഞെരിക്കുകയും കതിർ വരുന്നതിൽ നിന്ന് അവയെ തടയുകയും ചെയ്യുന്നു. ഇനിയുള്ളത് നിറയെ കല്ലുകളുള്ള പാടങ്ങളാണ്. ഇസ്രയേലിൽ ഇങ്ങനെയുള്ള എത്രയോ എണ്ണമുണ്ട്. എൻ്റെ ബന്ധുവായ യൂദാസ് ശരിയായി പറഞ്ഞ വിധം ഈ കൂട്ടരാണ്. നിയമങ്ങളുടെ മക്കൾ അവരിൽ ഏകദൈവത്തിൻ്റെയോ ഏക നിയമത്തിൻ്റെയോ കല്ല് കണ്ടെത്താൻ കഴിയുകയില്ല. മനുഷ്യനിർമ്മിതമായ തരംതാണ നിയമങ്ങളുടെ കൽക്കഷ്ണങ്ങളാണ് അവിടെ ഉണ്ടാവുക. അവ വളരെയധികം ഉണ്ടായിരിക്കും. അവരുടെ ഭാരാധിക്യം കൊണ്ട് ദൈവിക നിയമത്തിന്റെ പാറ പോലും തവിടുപൊടിയായിട്ടുണ്ടാവും. ഇത്തരം ഒരു പ്രതികൂല സാഹചര്യത്തിൽ വിത്തിന് വേരിറങ്ങുകയില്ല. അഥവാ വേരിറങ്ങിയാൽ പോലും അവിടെ മണ്ണോ വളമോ ഇല്ലാത്തത് മൂലം അതിന് വളരാൻ കഴിയുകയില്ല. വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നതിനാൽ വിത്തുകൾ അഴുകിപ്പോകും. വെയിലേറ്റ് കല്ലുകൾ ചൂടാവുന്നത് മൂലം ചെറുസസ്യങ്ങൾ കരിഞ്ഞു പോവുകയും ചെയ്യും. ദൈവത്തിന്റെ ഋജുവായ ഉപദേശങ്ങളുടെ സ്ഥാനത്ത് മാനുഷികമായ സങ്കീർണ സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുന്നവരുടെ അനുഭവവും ഇതുതന്നെയാണ്. അവർ സന്തോഷപൂർവ്വം എൻ്റെ വാക്ക് കേട്ടെന്ന് വരാം. ആദ്യമൊക്കെ അത് അവരെ ചലിപ്പിക്കുകയും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. എന്നാൽ കഠിനാധ്വാനം ചെയ്ത് പാടത്ത്, അതായത് അവരുടെ ആത്മാക്കളിലെ ദുരുപദേശമാവുന്ന കല്ലുകൾ നീക്കം ചെയ്താലേ പറ്റൂ. അങ്ങനെ ചെയ്താൽ ആ വിത്ത് പൊന്തുകയും നല്ല ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല.
മാനുഷികമായ വൈദ്യനിര്യാതനത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരാൾ പറഞ്ഞേക്കാം, ഇനി എന്താണ് ചെയ്യുക? ശക്തരായ ആ മനുഷ്യർ എന്നോട് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇതിന്റെ ഫലമായി ദൈവവചനമാവുന്ന വിത്തുകൾ വളം കിട്ടാതെ നശിച്ചു പോകുന്നു. കല്ലുകളെല്ലാം കൂടി വ്യർത്ഥ നാദങ്ങൾ പുറപ്പെടുവിക്കുകയും മാനവിക സിദ്ധാന്തങ്ങളുടെ നാദബാഹുല്യത്താൽ ദൈവവചനം നിഷ്പ്രഭമായി തീരും. വചനത്തിന്റെ വിത്ത് ലഭിച്ച ആ മനുഷ്യൻ നശിച്ചു പോവുകയേ ഉള്ളൂ. ഇസ്രയേലിൽ മുഴുവൻ ഇങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിലേക്കുള്ള വരവ് മാനുഷിക ശേഷിയുടെ വിപരീത അനുപാതത്തിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു. നിറയെ വരുമ്പോഴുള്ള പൊടി പിടിച്ച തരിശു നിലങ്ങളാണ് ഒടുവിലത്തേത്. ലൗകികമായ സ്വാർത്ഥതകളുള്ള ജനങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ സുഖമാണ് അവരുടെ നിയമം, സന്തോഷമാണ് ഉറങ്ങുക, ആനന്ദിക്കുക, ഗംഭീരമായി ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ മോഹങ്ങൾ. ലൗകിക ആത്മാവാണ് അവരുടെ രാജാവ്. ലൗകികതയുടെ പൊടി അവരെ മൂടിക്കളയുന്നു. ജീവിതം സുഖകരമാക്കി തീർക്കാൻ വേണ്ടി തീർത്തിട്ടുള്ള ആയിരക്കണക്കിന് വരമ്പുകളിൽ ദൂർത്താവുന്ന പക്ഷികൾ പറന്നു പറ്റുന്നു. സാത്താന്റെ ലൗകിക ആത്മാവ് ഈ മണ്ണിൽ വീണിട്ടുള്ള ദൈവവചനത്തിന്റെ വിത്തുകളെ മുഴുവൻ കൊത്തിപ്പെറുക്കി നശിപ്പിച്ചു കളയുന്നു. ആ മണ്ണ് എല്ലാ വിധത്തിലുമുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കും അച്ചടക്ക രാഹിത്യത്തിനും വേണ്ടി തുറന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല ചോദ്യവും ചോദിക്കാനുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് പോയി വിശ്രമിക്കാം. നാളെ നമുക്ക് കഫർനാമിലേക്ക് പോകാം. പെസഹായ്ക്ക് വേണ്ടി ജെറുസലേമിലേക്ക് പുറപ്പെടും മുമ്പ് അവിടെ ഒരു സ്ഥലത്ത് എനിക്ക് പോകാനുണ്ട്. നാം അരിമത്യായിലൂടെയാണോ വീണ്ടും പോകുന്നത്? സ്കറിയോത്ത ചോദിച്ചു. എനിക്ക് നിശ്ചയമില്ല. അത് മറ്റു പലതിനെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആരോ കതകിൽ ശക്തിയായി മുട്ടി. ഈ സമയത്ത് ആരാണാവോ? കതക് തുറക്കാനായി എഴുന്നേറ്റ് പോകുന്നതിനിടയിൽ പത്രോസ് ചോദിച്ചു. യോഹന്നാനാണ്. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. പൊടി പിടിച്ച ശരീരത്തോട് നിന്ന് യോഹന്നാൻ കരയുകയാണ്. നീ എത്തിയോ? നിനക്ക് എന്ത് സംഭവിച്ചു? ഈശോ നിൽക്കുന്ന നിൽപ്പിൽ ഇത്രമാത്രം ചോദിച്ചു. എൻ്റെ അമ്മയെവിടെ? യോഹന്നാൻ മുമ്പോട്ട് വന്ന് മുട്ടിമേൽ നിന്നുകൊണ്ട് എന്തോ സഹായത്തിനെന്നവണ്ണം ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവിടുത്തെ അമ്മ സുഖമായിരിക്കുന്നു. എന്നാൽ എന്നെയും മറ്റ് അനവധി പേരെയും പോലെ അമ്മയും കരയുകയാണ്. അവിടുന്ന് ജോർദാൻ വഴി വരരുതെന്ന് അമ്മ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു. അതിനാണ് അമ്മ ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് അയച്ചത്. കാരണം അങ്ങയുടെ ബന്ധുവായ സ്നാപക യോഹന്നാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കെ ഈ വാർത്ത കേട്ട് എല്ലാവരും പരിഭ്രമിച്ചു. ഈശോ വികാരധീനനായിരുന്നെങ്കിലും വിഷ്ണുനായി നിൽക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളോട് വിവരങ്ങളെല്ലാം പറയുക. അവിടുത്തെ അമ്മയോടും മറ്റു സ്ത്രീകളോടുമൊപ്പം ഞാൻ പോവുകയായിരുന്നു. ഐസക്കും തിമോത്തിയോസും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. മേരിയെ യോഹന്നാന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന അവിടുത്തെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. അത് അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നേനെ. കുറേ ദിവസം മുമ്പുണ്ടായിരുന്ന ഒരു കൊടുക്കാറ്റ് മൂലം ഞങ്ങൾക്കല്പം താമസം നേരിട്ടു. തന്മൂലം അവർക്ക് തമ്മിൽ കാണാൻ കഴിയാതെ വന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ചയായി. അതിരാവിലെ തന്നെ യോഹന്നാനെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. എവിടെ? എന്തിന്? ആരാണ് പിടിച്ചുകൊണ്ടു പോയത്? അദ്ദേഹത്തിന്റെ ഗുഹയിൽ നിന്നാണോ? ഇങ്ങനെ അവരെല്ലാവരും ഓരോന്ന് ചോദിച്ചു. എല്ലാവർക്കും വിവരണങ്ങൾ അറിയാൻ ഉത്കണ്ഠയായി. അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു. അതിലേക്ക് അങ്ങയുടെ നാമം അവർ ഉപയോഗിച്ചു. എന്തു ഭയങ്കരം! ആരാണത് ചെയ്തത്? അവർ അട്ടഹസിച്ചു. യോഹന്നാൻ ഒരു ഞെട്ടലോടെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ചിന്താകുഴപ്പം അതിന്റെ പാരിമധ്യത്തിലെത്തി. ചിലർ ശാപവാക്കുകൾ ചൊരിഞ്ഞു, മറ്റു ചിലർ കരഞ്ഞു, വേറെ ചിലർ അത്ഭുതസ്തംഭരായി നിന്നുപോയി. യോഹന്നാൻ ഈശോയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട്. അങ്ങയുടെ കാര്യത്തിൽ വിശുദ്ധന്മാരുടെ കൂടെ ചതിയന്മാരുമുണ്ടാവും. സ്വർണം നേടാനോ ബലവന്മാരെ ഭയന്നിട്ടോ പ്രതിഫലം കൊതിച്ചിട്ടോ സാത്താന് കീഴ്പ്പെട്ടവർ തങ്ങളെ തന്നെ വിൽക്കുന്നു. 1000 കാര്യങ്ങൾക്ക് വേണ്ടി ഓ ഈശോയെ, ഇതെത്ര ഭയാനകം! യോഹന്നാൻ എൻ്റെ ആദ്യ ഗുരുവാണ്. അദ്ദേഹമാണ് എന്നെ അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ചത്. എല്ലാം ശരി തന്നെ, ദുഃഖിക്കേണ്ട. ഇപ്പോൾ എനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുക? ഞാൻ എൻ്റെ കാര്യം തന്നെ ഓർക്കുകയാണ്. ഞാൻ എല്ലാവരെയും ഭയപ്പെടുന്നു, എന്നെപ്പോലും. ഞങ്ങളിൽ ഒരാളായിരിക്കുമോ അങ്ങയെ ഒറ്റുകൊടുക്കുക? നിനക്ക് ഭ്രാന്തുണ്ടോ? നാം ഗുരുവിനെ പിച്ചു ചീന്തുമോ എന്നാണോ നിന്റെ ഭയം? പത്രോസ് ചോദിച്ചു. ഓ, താങ്കൾക്ക് ശരിക്കും ഭ്രാന്താണ്.
ഒറ്റുകൊടുക്കുന്നവൻ ഒരിക്കലും ഞാനായിരിക്കുകയില്ല. എന്നാൽ അത്രക്ക് ദുർബലനായി അനുഭവപ്പെടുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. ദൈവത്തിന്റെ കൊലയാളിയാവുന്നതിലും ഭേദം അതാണല്ലോ, സ്കറിയോത്ത പറയുന്നു. യോഹന്നാന്റെ പിടിവിടിവിച്ചുകൊണ്ട് ഈശോ യൂദാസിന്റെ കൈപിടിച്ച് ഉഗ്രമായി കുലുക്കി. നീ പ്രതിജ്ഞയൊന്നും എടുക്കേണ്ട. നീ സ്വയം ആഗ്രഹിക്കുന്ന പക്ഷം യാതൊന്നും നിന്നെ ദുർബലനാക്കുകയില്ല. അഥവാ അങ്ങനെ സംഭവിക്കുന്ന പക്ഷം നീ കണ്ണീർ വാർക്കുമെന്ന് ഉറപ്പാക്കുക. അല്ലാതെ ദൈവഘാതകൻ എന്ന പാപത്തിനു പുറമെ മറ്റൊരു പാപവും കൂടി ചെയ്യരുത്. ദൈവവുമായുള്ള സജീവ ബന്ധം വിച്ഛേദിക്കുന്നവനാണ് ദുർബലനായി തീരുന്നത്. അപ്പോൾ മേശമേൽ തലചായ്ച്ചു വെച്ച് കരയുകയായിരുന്ന യോഹന്നാന്റെ നേരെ തിരിഞ്ഞ് അവിടുന്ന് പറഞ്ഞു, സമാധാനപൂർവ്വം സംസാരിക്കുക. ഇത് എന്നെയും ദുഃഖിപ്പിക്കുന്നു. സ്നാപയോഹന്നാൻ എൻ്റെ രക്തബന്ധുവും എൻ്റെ മുന്നോടിയുമായിരുന്നു. വഞ്ചകനായ ആ ശിഷ്യന്റെ നേരെ മറ്റു ചില ശിഷ്യന്മാർ തട്ടിക്കേറുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മറ്റുള്ളവർ യോഹന്നാനോടൊപ്പം കൊല നടപ്പാക്കുന്ന ജയിലിന്റെ അരികിൽ വരെയും പോയി. അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. യോഹന്നാനെ സമാധാനിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ തീഷ്ണൻ സൈമൺ പറഞ്ഞു. അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ല, പക്ഷെ ഉടനെ മരിക്കും. യോഹന്നാൻ മറുപടി പറഞ്ഞു. അദ്ദേഹം തുടർന്നു, അതെ, അദ്ദേഹം മരിക്കും. എനിക്കെന്ന പോലെ അദ്ദേഹത്തിനും അതറിയാം. ഈ തവണ അദ്ദേഹത്തെ ആരും രക്ഷിക്കുകയില്ല. മരണം എപ്പോഴാണ് സംഭവിക്കുകയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഹെറോദിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം ഇനി ജീവനോടെ പുറത്തു വരികയില്ല എന്ന് മാത്രമേ എനിക്കറിയാവൂ. എബാലിനും ഗെറിസിമിനും ഇടക്കുള്ള മലയിടിക്കൽ സ്നാപയോഹന്നാൻ പോയിരുന്നു. ഗലീലായിലേക്കുള്ള യാത്രമതിയായിരുന്നു നമ്മൾ. വഞ്ചനായ ശിഷ്യൻ യോഹന്നാനോട് പറഞ്ഞു, ശത്രുക്കളുടെ ആക്രമണ ഫലമായി മിശിഹ മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്തോ രഹസ്യകാര്യം പറഞ്ഞേൽപ്പിക്കാനാണ്. ആ വഞ്ചകനോടും മറ്റു ചിലരോടുമൊപ്പം യോഹന്നാൻ യാത്ര തിരിച്ചു. ഹെറോദിന്റെ സായുധ സൈനികർ താഴ്വരയിലെ ഒരു മരത്തണലിൽ നിൽപ്പുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ പിടികൂടി. മറ്റുള്ളവർ ഓടിപ്പോയി. അവർ ഈ വിവരം യോഹന്നാനിലുള്ള ശിഷ്യന്മാരെ അറിയിച്ചു. അവർ വന്നതും ഞാൻ അങ്ങയുടെ അമ്മയോടൊപ്പം ചെന്നതും ഒരുമിച്ചായിരുന്നു. അവൻ നമ്മുടെ പട്ടണത്തിൽ നിന്നുള്ള ഒരുവനാണ്. അതാണ് ഏറ്റവും ഭയങ്കരം. അദ്ദേഹത്തെ പിടികൂടാനുള്ള പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് കഫർനാമിലെ പരീശന്മാരാണ്. അവിടുന്ന് അവരുടെ അതിഥിയായിരുന്നുവെന്നും യൂദയായിലേക്ക് പോയിട്ടുണ്ടെന്നും അവർ യോഹന്നാനോട് പറഞ്ഞിരുന്നു. അങ്ങയെ കാണാനാണ് അദ്ദേഹം വാസസ്ഥാനം വിട്ടിറങ്ങിയത്. യോഹന്നാന്റെ വിവരണം കഴിഞ്ഞതോടെ അവിടെ പൂർണ്ണ നിശബ്ദയായി. ഈശോ വിവരണനായി. അദ്ദേഹത്തിന്റെ അഗാധ നീലമയാർന്ന കണ്ണുകൾ മങ്ങിയിരുന്നു. അദ്ദേഹം തലകുനിച്ച് നിൽക്കുകയാണ്. കൈ യോഹന്നാന്റെ തോളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അത് നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ട്. ആരും സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഈശോ തന്നെയാണ് മൗനം ഭജിച്ചത്. നമുക്ക് മറ്റൊരു വഴിയിലൂടെ യൂദയായിലേക്ക് പോകാം. എന്നാൽ നാളെ എനിക്ക് കഫർനാമിൽ പോകേണ്ടതുണ്ട്. കഴിയുന്നത്ര നേരത്തെ വേണം. ഇപ്പോൾ നമുക്ക് വിശ്രമിക്കാം. ഞാൻ ഒലിവ് തോട്ടത്തിലേക്ക് പോവുകയാണ്. ആരും എൻ്റെ കൂടെ വരേണ്ടതില്ല. മറ്റൊന്നും പറയാതെ ഈശോ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് തീർച്ചയായും കരയാൻ വേണ്ടി പോവുകയായിരിക്കും, ജെയിംസ് അൽഫീസ് പറഞ്ഞു. സഹോദര, നമുക്കും അദ്ദേഹത്തെ പിന്തുടരാം. യൂദാസ് തദ്ദേവൂസ് അഭിപ്രായം. വേണ്ട, അദ്ദേഹം കരയട്ടെ. എങ്കിലും നമുക്ക് പുറത്തുപോയി നിശബ്ദമായി ശ്രദ്ധിക്കാം. എവിടെയും ചതിയുണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. തീഷ്ണൻ മറുപടി നൽകി. അതെ, നമുക്ക് പോകാം. മുക്കുവരായി ഞങ്ങൾ തീരപ്രദേശത്തേക്ക് പോകാം. കായൽ വഴി ആരെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് കാണാമല്ലോ. നിങ്ങൾ ഒലിവ് തോട്ടത്തിലേക്ക് പോവുക. അദ്ദേഹം വാൾനട്ട് മരത്തിനടുത്ത് സ്ഥിരം സ്ഥാനത്ത് തന്നെ കാണും. അതിരാവിലെ വള്ളങ്ങൾ തയ്യാറായാൽ ഉടനെ നമുക്ക് സ്ഥലമിടാം. ആ സർപ്പങ്ങൾ, ഹേയ്, ഞാൻ പറഞ്ഞല്ലോ, പറയൂ. അവിടുത്തെ അമ്മ സുരക്ഷിതയാണോ? ഓ അതെ, യോഹന്നാന്റെ ഇടയന്മാരായ ശിഷ്യന്മാരും മീരിയോടൊപ്പം പോയിട്ടുണ്ട്. അന്ത്രയോസേ, നമുക്കിനി ഒരിക്കലും നമ്മുടെ യോഹന്നാനെ കാണാൻ കഴിയുകയില്ല. ഒന്നും മിണ്ടാതിരിക്കൂ. കുയിലിന്റെ നാദം പോലെ ഒന്നിനു പിന്നാലെ ഒന്നായി ഓരോരുത്തർ. ദൈവത്തെ ഓർത്ത് എല്ലാവരും നിശബ്ദത പാലിക്കണം. ഗുരുവിന് വരാവുന്ന ദൗർഭാഗ്യങ്ങളെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ സ്ഥലമിടും. പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്തു കൊള്ളണം. രോഷാകുലനായ പത്രോസ് അട്ടഹസിച്ചു. ഒലിവ് തോട്ടത്തിലേക്ക് പോകാൻ തുടങ്ങിയവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറെ കമ്പുകളും മരക്കൊമ്പുകളും കൂടി കരുതിക്കൊള്ളുക. എന്നിട്ട് നല്ല കരുതലോടെ പലയിടത്തായി നിൽക്കണം. ഈശോയുടെ അടുത്ത് ആദ്യം ചെല്ലുന്നവൻ അദ്ദേഹത്തെ ആക്രമിക്കുന്നവനെ അടിച്ചു കൊല്ലണം. ശിഷ്യന്മാരായ ഞങ്ങളോ? പുതുപുള്ളികളെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫിലിപ്പോസ് അത്ഭുതപൂർവ്വം പറഞ്ഞു. പ്രീണിത ഹൃദയനായ പുതിയ ശിഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് സംശയമുണ്ടോ? അദ്ദേഹമാണ് എന്നെ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് എൻ്റെ സേവനം ആവശ്യമായിരുന്നു. നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. ശാസ്ത്രിമാരെയും പരീശന്മാരെയും അവരുടെ
ആരാധകരെയുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്നാണ് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അവർ പുറത്തേക്ക് പോയി. ചിലർ കായൽക്കരയിലേക്ക്, മറ്റു ചിലർ മലയിലെ ഒലിവ് മരങ്ങൾക്കിടയിലേക്ക്. അങ്ങനെ ആ ദൃശ്യം അവസാനിച്ചു.